എല്ലാവരും മാക്സിമം 1:30 തന്നെ കയറാൻ നോക്കണം കേട്ടോ. 1:30 അല്ലെങ്കിൽ 1:35 അത്ര ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്. ഓക്കെ ഓക്കെ മാം. ഓക്കെ, എന്റെ പേര് ആതിര. പേര് കേൾക്കാമോ? കേക്കാം. നിങ്ങളുടെ ക്ലിയർ കുറവുണ്ട് മാം, കുറച്ച് ക്ലിയർ കുറവുണ്ട്. റേഞ്ച് ഉള്ളോട്ടിരിക്കണം. ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം പറ്റില്ല, നിങ്ങളുടെ റേഞ്ച് ഉള്ളോട്ടിരിക്കണം. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇനി ഉണ്ടായിരുന്നു ഇന്നലെ? നല്ലായിരുന്നു. അതെ, ഓക്കെ. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ എല്ലാവരും എവിടെ നിന്നൊക്കെയാണ്? എറണാകുളം പെരുമ്പാവൂർ. പെരുമ്പാവൂർ, ഓക്കെ. മാള. മാള അവിടെ അടുത്താണല്ലേ? ഓക്കെ. കോഴിക്കോട്. എവിടെയാണ്? കോഴിക്കോട്, ഓക്കെ. കൊടുങ്ങല്ലൂർ. തൃശ്ശൂര്. മലപ്പുറം. വയനാട്. തൃശ്ശൂര്. കൊല്ലം. ഓക്കെ, യെസ്. അപ്പൊ ആദ്യമായിട്ടാണോ ഓൺലൈൻ ഫീൽഡിൽ നിങ്ങൾ പഠിക്കുന്നത്? അല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണോ? ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. ഒരുപാട് ഗ്യാപ്പ് ഇട്ട് കയറിയ കുട്ടികളുണ്ടോ? ഇന്നലത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കയറുന്നത്. ഇന്ന് ആദ്യമായിട്ട് കയറുന്നത്. സൗണ്ട് കേൾക്കട്ടെ? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ഇവിടെ ക്ലിയർ ആണ്. ഓക്കെ. ചിലർക്ക് കട്ടായി പോകുന്നത് അവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടാവായിരിക്കും കേട്ടോ. അപ്പൊ റേഞ്ച് ഉള്ളടത്ത് മാക്സിമം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ ചോദിച്ചത് ഒരുപാട് വർഷം ഗ്യാപ്പ് ഇട്ട് കയറിയ കുട്ടികളുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്? ഉണ്ട്. എന്ത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ? മാരേജ് കഴിഞ്ഞിട്ട് പോവാതിരുന്നവരാണോ? നല്ല ഒരു ക്ലാസ് ഉണ്ടായിട്ടുണ്ടാവല്ലോ സെക്കൻഡ് പീരീഡ്. ചാപ്റ്റർ എടുത്തായിരുന്നോ? ഞാൻ ഇന്നലെ ഉണ്ടായില്ല. ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത് എല്ലാവർക്കും കുറെ പേര് ഇതുപോലെ ഗ്യാപ്പ് ഉള്ള കുട്ടികളുണ്ട്. അല്ലാതെ ഇപ്പൊ എല്ലാവർക്കും ക്യാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും എടുക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എത്ര പേരെങ്കിലും ചോദിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു തരും. ശ്രദ്ധിച്ചിരിക്കാം. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക്. ചിലപ്പോ നമ്മൾ ഈ കുറെ പേര് മെഡിക്കൽ ടേംസും കാര്യങ്ങളൊന്നും അറിയാത്തതാണ്. ആ ടേംസിലോട്ടൊക്കെ വരാം. നിങ്ങൾ ട്രാക്കിൽ വീണ് കഴിയുമ്പോൾ ക്ലാസ് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ. എങ്ങനെ പഠിക്കും, എങ്ങനെയാണെന്നുള്ളൊരു ഉള്ളിലൊരു ചിന്ത ഉണ്ടാവായിരിക്കും. പക്ഷെ അതൊക്കെ വിട്ടേക്കും. ടീച്ചേഴ്സ് എന്നത് പഠിപ്പിച്ച് തരാൻ നിങ്ങളുടെ ഡ്യൂട്ടി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇവിടുന്ന് ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുന്നതിനനുസരിച്ച് ഓരോ പോർഷൻ 5 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടും. അത് പോയി നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ എല്ലാ ദിവസത്തിലും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നന്നായിട്ട് പഠിച്ചു പോവാം. അപ്പൊ നമുക്കറിയാലോ 4 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. 1ഉം 2ഉം മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും. 2ഉം 3ഉം 4ഉം കഴിയുമ്പോൾ എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ പേപ്പേഴ്സും മെയിൻ എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ 1ഉം 2ഉം മൊഡ്യൂൾസിലെ ചാപ്റ്റേഴ്സ് കുറച്ച് സിമ്പിൾ ആണ് കേട്ടോ. കുറച്ച് വേഗം തീരുന്ന ചാപ്റ്ററുകളാണ്. പക്ഷെ 3ഉം 4 കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് ലെങ്ത് ആണ്. ഒരു 10-25 പേപ്പർ ഒക്കെ വരുന്ന, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിന് തന്നെ 25-20 അങ്ങനെയൊക്കെ പേജസ് വരുന്നതാണ് കേട്ടോ. അപ്പൊ അതിന് നമ്മൾ പഠിച്ചതിനാണ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളായിട്ടുള്ളത് വരും. സെക്കൻഡ് മൊഡ്യൂളും ഫസ്റ്റ് മൊഡ്യൂളും കുഴപ്പമുണ്ടാവില്ല. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? നിങ്ങൾ ഇത്രയും പറയാനുള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ നിങ്ങൾ അത്യാവശ്യം എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിച്ചെടുത്ത് പോവാം കേട്ടോ. ഓക്കെ. എങ്ങനെയാണ് സ്മാർട്ട് സ്ട്രീ ആയിട്ട് കോണ്ടാക്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്തതാണ്. കണ്ടിട്ടാണ്? ഓക്കെ.
പിന്നെ നമ്മൾ 5 മിനിറ്റ് ആ ക്ലാസ് തീരുന്നതിന് മുമ്പ് കുറച്ച് സമയം നിങ്ങൾക്ക് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരും. പിന്നെ ആരും ക്ലാസ്സിൽ മിണ്ടാതിരിക്കേണ്ടതെന്നൊന്നും നമ്മൾ പറയില്ല കേട്ടോ. നിങ്ങളുടെ ക്ലാസ് ആണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് ക്ലാസ്സിലുള്ളത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ മാത്രമല്ല എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങുന്നതിന് കുറച്ച് മുൻപായിട്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ പ്രശ്നമില്ല കേട്ടോ. ഒരു കമ്മ്യൂണിക്കേഷനും ഇന്ററാക്ഷനും ഇല്ലാത്ത ക്ലാസ് ആണെങ്കിൽ ഭയങ്കര ബോറായിരിക്കും കേട്ടോ. ഓക്കെ, ഓൺലൈൻ ആണെങ്കിൽ കൂടി. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമ്മള് ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്റർ 7 ആണ് എടുക്കുന്നത്, ഫസ്റ്റ് മൊഡ്യൂളില്. ഇത് നമ്മൾ ഓർഡർ ആയിട്ടൊന്നും ആയിരിക്കില്ല ടീച്ചേഴ്സ് എടുക്കുന്നത്. 1-2 മൊഡ്യൂളിൽ തന്നെ കറക്റ്റ് ഓർഡറിലൊന്നും എടുക്കില്ല. ഇപ്പൊ ഒന്ന് എടുത്താൽ ചിലപ്പോൾ 8 എടുക്കുക, അങ്ങനെ മാറും. പക്ഷെ നമ്മൾ 2 ദിവസം തീർത്തിട്ട് തന്നെയായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. എന്തെങ്കിലും ചോദിക്കുക, വേണ്ട കേട്ടോ. ഓക്കെ മാം. ടെക്സ്റ്റ് നിർബന്ധമായി വായിക്കുക. ടെക്സ്റ്റ് വാങ്ങിക്കാത്തവരുണ്ടാവും. ഉണ്ട് ടെക്സ്റ്റ് കിട്ടിയില്ല. ഉണ്ട് മാഡം, ടെക്സ്റ്റ് കിട്ടിയില്ല. അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ ഇഷ്ടമുള്ളതാണ് കുഴപ്പമില്ല കേട്ടോ. കുറച്ചുകൂടി ലൈഫ് ആകും ക്ലാസ്. അല്ലാത്തവര് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന ആളെയാണോ? പേര് പറയാൻ പേരൊക്കെ പറഞ്ഞിടോ. അബ്ദുൾ, നമുക്ക് ഏതോ തന്റെ പേരൊന്ന് പറയോ? ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന ഈ കുട്ടി കട്ടാനിട്ട കുട്ടി പറഞ്ഞോട്ടോ. മൈക്ക് ഓൺ. എന്തോ ഷാനി എന്താ പറഞ്ഞേ? ടെക്സ്റ്റ് ബുക്കിന്റേത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാം. ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടില്ലേ? ഇല്ല, കിട്ടിയിട്ടില്ല. അത് എന്താ ചെയ്യണ്ടേ? ഞാൻ ഫസ്റ്റ് പ്രിന്റ് എടുത്തത് എന്റെ കയ്യിലുണ്ട്. ബുക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞു സാറ് ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപ്പോ. അത് കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യാം. പേയ്മെന്റ് ചെയ്യുമ്പോൾ ബുക്സ് അയച്ചു തരും കേട്ടോ. പിന്നെ നമുക്ക് 3 and 4 എത്തുന്ന സമയത്ത് നമുക്കൊരു ഗൈഡ് ഉണ്ട്. ആ ഗൈഡിൽ നിന്നാണ് നമ്മൾ മെയിൻ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പൊ ഗൈഡ് നിങ്ങൾ നിർബന്ധമായിട്ട് വാങ്ങിക്കണം കേട്ടോ. ഓക്കെ, അതൊക്കെ ആ ഒരു 3 and 4 എത്തുമ്പോഴേക്ക് ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണ് കേട്ടോ. മൊഡ്യൂൾസ് എത്തുമ്പോൾ നമ്മൾ 1, 2 മൊഡ്യൂൾസ് ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അന്ന് കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് സമയം തരാം കേട്ടോ. ചോദിച്ചാൽ മതി. ഓക്കെ മാം. നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ കാണാൻ എല്ലാവർക്കും PDF കാണാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ചെയ്താൽ മതി കേട്ടോ. സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? ഒട്ടും ക്ലിയർ ആവുന്നില്ലേ? എല്ലാവർക്കും ഒരേപോലെ തന്നെയാണോ? ഉണ്ട്. എടോ ചിലപ്പോൾ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. ഞാൻ റേഞ്ച് കൊടുത്തിരിക്കുന്നു കേട്ടോ. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ചാപ്റ്റർ 7 ആണ് കേട്ടോ. ചാപ്റ്റർ 7 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ മിക്കവർക്കും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും അല്ലെ? പോവാതിരിക്കാനൊരു അവസ്ഥ ഉണ്ടാവട്ടെ. എന്തെങ്കിലും പറയണം അല്ലെ? നമ്മൾ എന്തായാലും എന്ത് കണ്ടിട്ടുണ്ട്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടാവും അല്ലെ? കണ്ടിട്ടില്ലേ? അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ? എന്തെങ്കിലുമൊക്കെ ചോദിച്ചൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നോട്ടോ. നമ്മുടെ ക്ലാസ് ഭയങ്കര കുറവായിരിക്കും. ചെയ്താലും മതി. ഓക്കെ, കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ നോക്കിയാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും തിരക്ക് പിടിച്ച കുറെ മാർക്സ് കാര്യങ്ങൾ അല്ലെ? അതുകൊണ്ടാണത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അല്ലെ?
എമർജൻസി ആയിട്ടുള്ള എല്ലാ കേസസും അവിടെയാണ് വരുന്നത്. ആ ഒരു സമയം എന്താണ് അവിടെ എപ്പോഴും ഏറ്റവും ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന പ്ലേസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ഭാഗം എന്താണെന്ന് പറയാം, ശ്രദ്ധിക്കാം കേട്ടോ. The accident and emergency department A&E, ഇതിന് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്ന പേരാണ് എന്ത്, A&E. A&Eയുടെ എക്സ്പാൻഷൻ എന്താണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി. ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്ത് പോകട്ടോ. ഓക്കെ, ഇവിടെ വെച്ച് ടീച്ചറോട് കാര്യം പറയാം. നമ്മള് ഈ ഭാഗങ്ങളിൽ ഒരുപാട് എക്സ്പാൻഷൻസ് പഠിക്കുന്നുണ്ട്, ഷോർട്ട് ഫോംസും എക്സ്പാൻഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നന്നായിട്ട് തറവായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, Accident and Emergency Department assess that treat people with major trauma, serious injuries and illness, and those in need of emergency treatment. It is open 24 hours a day. In emergency patients with loss of consciousness, confusion, persistent severe chest or abdominal pain, stroke, breathing difficulties are also treated. Okay. അപ്പൊ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്? മേജർ ആയിട്ടുള്ള ട്രോമാസ്. ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ സംഭവിക്കുന്ന പേഷ്യൻസ്, സീരിയസ് ആയിട്ട് എന്തെങ്കിലും മുറിവുകളോ അസുഖങ്ങളോ ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ് സംഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവാം. പിന്നെന്താണ്, അത്തരം സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ എമർജൻസി ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത് അല്ലെ. ഏതൊക്കെ കേസസ് ആണ്? ഒന്ന് മേജർ ട്രോമ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഇൽനെസ്സോ ഇഞ്ചുറീസോ വരുന്ന പേഷ്യൻസ്. ഓക്കെ, ഒരു മിനിറ്റ്, എന്താണോ അനീസ വോയിസ് ഇപ്പൊ ഓഫ് ചെയ്താക്കിയാണ് നമ്മള്. ഞാൻ പറഞ്ഞല്ലോ ടീച്ചർ, നമ്മുടെ ക്ലാസ് ഒരു തീരുന്നതിന് 5 മിനിറ്റ് മുമ്പായിട്ട് അത് ഓൺ ചെയ്യൂടെ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്തോളൂ. ഇപ്പൊ ക്ലാസ് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ദിവസം മാത്രം, കുറച്ച് സമയം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഹോസ്പിറ്റലില് കുറച്ച് സമയം മാത്രം ഉണ്ടാവുക എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എത്ര സമയം ഉണ്ടാവും? 24 hours അല്ലെ, 24 മണിക്കൂറോ എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, 24 hours. ഓക്കെ, PDF കാണുന്നില്ലെങ്കിൽ പറയണോട്ടോ. It's open 24 hours a day. And in emergency patient with, അപ്പൊ എന്തൊക്കെ കേസസ് ആണ് ഇതിൽ വരുന്നതെന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് മേജർ ആയിട്ടുള്ള ട്രോമാസും സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സും ഇഞ്ചുറീസും ആണ് സംഭവിക്കുന്നത്. പിന്നെ അത് ഏതൊക്കെ തരം കേസസ് ആണെന്ന് കൂടി പറയുന്നുണ്ട്. മറ്റ് എമർജൻസി കേസസ് എന്തൊക്കെയാണ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? In emergency patients with the loss of consciousness. എന്താണ് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്? ലോസ് ഓഫ് കോൺഷ്യസ് ആവാന്ന് പറയുന്നത് എന്താ? നോർമൽ ആയിട്ടൊരു അവസ്ഥയാണോ, ബോധാവസ്ഥയാണോ, എന്താണ്? ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണോ, നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ ആണോ? നോർമൽ ആയിട്ടുള്ള ബോധം നഷ്ടപ്പെടുന്ന കണ്ടീഷൻ, അത്തരം സിറ്റുവേഷൻ. പിന്നെ എന്താണ്? കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? Confusion, confused ആണ് പേഷ്യൻസ് എന്ന് പറയുമ്പോ എങ്ങനെയാണ്? നോർമൽ ആണോ, നോർമൽ ആണോ ഉദ്ദേശിക്കുന്നത്? കൺഫ്യൂസ്ഡ് ഫേസ് എന്ന് പറയുമ്പോ അല്ല, പിന്നെന്താണ്? എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും കൺഫ്യൂഷൻ ഉദ്ദേശിക്കുന്നത്? യെസ്, നോട്ട് കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെ. ഓക്കെ, then persistent severe chest or abdominal pain. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്താ പറയുന്നത്? persistent severe chest or abdominal pain. എന്താണ്? തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള അബ്ഡോമിനൽ ആയിട്ടുള്ള പെയിൻസ്. അബ്ഡോമിനൽ എന്താണ്? ഉദരസംബന്ധം അല്ലെ, ഉദരത്തില് അല്ലെ, ഉദരസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പെയിൻ ഉള്ള പേഷ്യൻസുകൾ, അല്ലെങ്കിൽ സ്ട്രോക്ക് അറിയാലോ, പക്ഷാഘാതം സംഭവിക്കുന്നത്. ഓക്കെ, ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്ക് രക്തയോട്ടം നിലയ്ക്കുന്നത് മൂലം എന്താണ്? സ്ട്രോക്ക് സംഭവിക്കാറുണ്ട് അല്ലെ. ഒരു ഭാഗം എന്താണ്? തളർന്നു പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അത്തരം സിറ്റുവേഷൻ. പിന്നെന്താണ്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്. മീൻസ് എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്? ശ്വസന സംബന്ധമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ.
അപ്പൊ ഇത്തരം കേസസ് ഒക്കെയാണ് എന്ത് പ്രധാനമായിട്ടും എമർജൻസി കേസസ് ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. ഏത് തരം കേസസും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരാൻ പറ്റും. എന്നാൽ പോലും ഏതൊക്കെ തരത്തിലുള്ള കേസുകളാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ് എമർജൻസീസ്? ലോസ് ഓഫ് കോൺഷ്യസ്നസ്, കൺഫ്യൂഷൻ, persistent severe chest or abdominal pain, stroke, breathing difficulties also treated. ഓക്കെ, അപ്പോ ഒന്നുകൂടി നോക്കാം. ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് A&E. അവിടെ എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെയുള്ള പേഷ്യൻസ് ആണ് അവിടെ വരുന്നത്? പ്രത്യേകിച്ച് മേജർ ട്രോമ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചറീസോ ഇൽനെസ്സോ ഉള്ള പേഷ്യൻസിന് എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. ഇവിടെ 24 മണിക്കൂറുള്ള സേവനങ്ങളുമാണ് ലഭ്യമാക്കുന്നത്. ഇനി എന്തൊക്കെ എമർജൻസി കേസസ് ആണ് വരുന്നത്? ലോസ് ഓഫ് കോൺഷ്യസ്നസ് മുതൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരെയുള്ള ബേസിക് കേസുകളെല്ലാം തന്നെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വരുന്നുണ്ട്. ഇനി ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 3 ആൾട്ടർനേറ്റീവ് പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതിലൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാഷ്വാലിറ്റി. കേട്ടിട്ടുണ്ടാവല്ലോ ഇല്ലേ? കാഷ്വാലിറ്റി, അത്യാഹിത വിഭാഗം അല്ലെ? അത് തന്നെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് 3 വ്യത്യസ്ത പേരുകളാണ്. കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. ഓക്കെ, ഏതൊക്കെ പേരുകളാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനുള്ളത്? ഓൾട്ടർനേറ്റീവ് നെയിംസ് ഏതൊക്കെയാണ്? കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മള് ഷോർട്ട് ആയിട്ട് ED എന്ന് പറയും കേട്ടോ. ED ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാറുണ്ട്. ED എന്ന് പറയുന്നത് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പിന്നെ ER എന്ന് പറയും. ER എന്താണ്? എമർജൻസി റൂം കേട്ടോ. 3 ഓൾട്ടർനേറ്റീവ് നെയിംസ് പഠിക്കണം കേട്ടോ. ഏതൊക്കെയാണ്? കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. ക്ലിയർ ആണോ? ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നിങ്ങൾ കുറെ പേരൊക്കെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇത് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തനിയെ മനസ്സിലായി തുടങ്ങും കേട്ടോ. അപ്പൊ അങ്ങനെ എങ്ങനെ പഠിക്കുമെന്നുള്ള ടെൻഷൻ ആർക്കും വേണ്ട. ഓക്കെ, ഇപ്പൊ ടീച്ചർ പറഞ്ഞു തന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി നമ്മൾ നോക്കുന്നത്, നിങ്ങൾ ഹോസ്പിറ്റലില് ഇത് ഏത് ഭാഗത്താണ് ഈ കാഷ്വാലിറ്റി കാണാറ്? നിങ്ങള് എവിടെയാണ് ഇത് ലൊക്കേഷൻ വരുന്നത്? എവിടെ ആയിരിക്കും? ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണോ? 5th ഫ്ലോറിലാണോ? 6th ഫ്ലോറിലാണോ? അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഏറ്റവും അങ്ങേയറ്റത്താണോ വരുന്നത്? ഇവിടെ ആയിരിക്കും. ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ? നമ്മള് മെയിൻ എൻട്രൻസിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എൻട്രൻസ് കാണാൻ പറ്റും അല്ലെ? പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ്? ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? ലൊക്കേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. പഠിക്കുന്നു കേട്ടോ. ലൊക്കേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ED ഡിപ്പാർട്ട്മെന്റിൽ ലൊക്കേഷൻ പ്രധാനമായിട്ടും വരുന്നത്. ഇനി സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് away from main entrance. Separate entrance or emergency entrance away from main entrance. ഇതിന്റെ എൻട്രൻസ് എങ്ങനെയായിരിക്കും? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ കൂടെ കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും ഇതിന്റെ എൻട്രൻസ് വരുന്നത്. എങ്ങനെയായിരിക്കുള്ളൂ? അല്ല, സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരിക്കും അല്ലെ? അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമായിട്ട് എന്താണ് എൻട്രി പോയിന്റ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടൊരു എൻട്രൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് എവിടെ നിന്ന്? മെയിൻ എൻട്രൻസിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടൊരു എൻട്രൻസ് ആയിരിക്കും ഇതിൽ വരുന്നത്. കാഷ്വാലിറ്റിയിലേക്ക് വരുന്നത് അല്ലെ? മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പേഷ്യൻസിനെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ എൻട്രൻസ് കൊടുത്തിരിക്കും. ഓക്കെ, ഇനി ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെ എന്താണ്? ആംബുലൻസ് പാർക്കിംഗ് അവൈലബിൾ ആയിരിക്കും അല്ലെ? വരുന്ന പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ആംബുലൻസ് പാർക്കിംഗ് പ്രത്യേകമായിട്ടൊരു ഏരിയ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? വെൽ മാർക്ക്ഡ് പ്രോപ്പർ ലൈറ്റിനിങ് ആൻഡ് സൈൻസ്. വെൽ മാർക്ക്ഡ് പ്രോപ്പർ ലൈറ്റിനിങ് ആൻഡ് സൈൻസ്. എന്താണ് വെൽ മാർക്ക്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രോപ്പർ ലൈറ്റിനിങ് ആൻഡ് സൈൻസ് നമ്മൾ എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ചില സമയത്ത് രാത്രിയൊക്കെ അല്ലെ? നമുക്ക് രാത്രിയൊക്കെ ഈ ഹോസ്പിറ്റൽസിലെ ഒരു എമർജൻസി നമുക്ക് വിസിബിൾ ആയിട്ട് കാണണമെങ്കിൽ പ്രത്യേകമായിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം? എന്തൊക്കെ ഉണ്ടായിരിക്കണം നമുക്ക് ഈസി ആയിട്ട് കാണാനായിട്ട്?
യെസ്, ലൈറ്റ് എല്ലാത്തരം പ്രോപ്പർ ലൈറ്റ്നിങ് ഉണ്ടായിരിക്കും. സയൻസ് ഉണ്ട് അല്ലെ, ഏരിയയുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് 24x7 എന്നൊക്കെ പറഞ്ഞൊരു ഫ്രീ ബാച്ചസ് ഒക്കെ കൊടുത്ത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ടായിരിക്കുള്ളൂ. ഒരു മിനിറ്റ്. സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. ഓക്കെ, ടെക്സ്റ്റ് എല്ലാവരും നിർബന്ധമായിട്ട് വാങ്ങിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കുമല്ലോ അവരുടെ മാർക്കിംഗ് ഉണ്ടായിരിക്കുക അല്ലെ. ഇപ്പോഴത്തെ സമയത്ത് ഇപ്പോഴത്തെ ടെക്നോളജി ഒക്കെ വെച്ച് നോക്കുന്നത് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ അതിന്റെ പേരുകൾ തന്നെ നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം സ്ട്രീറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ മുകളിലത്തെ പോയിന്റ് ഈ ഒരു പോയിന്റ് അങ്ങോട്ട് കണക്റ്റഡ് ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുക. ഇവിടെ നിന്ന് ഇപ്പൊ പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് ഹോസ്പിറ്റലാണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് തിരിച്ചറിയാനായിട്ട് നമുക്ക് എന്താണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന്, പ്രത്യേകിച്ച് സ്ട്രീറ്റ് ലൈറ്റ്സ് സ്ട്രീറ്റിൽ അവിടെ നോക്കിക്കഴിഞ്ഞാലോ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് കയറാനായിട്ട് എന്താണ് അതിന് സയൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. സിഗ്നൽ നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സയൻസ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. Then close to medical record department. അതാണ് നിൽക്കട്ടെ കേട്ടോ. അതിന് മുന്നത്തെ കുറച്ച് പോയിന്റ്സ് കൂടി പറയാം. നമ്മളൊന്ന് ഇവിടം വരെ ഒന്ന് നോക്കിയേ. ഇതിന്റെ ലൊക്കേഷൻ മെയിൻ ആയിട്ട് വരുന്ന ഇവിടം വരെയാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇത് വരുന്നത്. ഇതിന് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരിക്കും. ആംബുലൻസ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി ഏരിയ ഉണ്ടായിരിക്കും. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വെൽ മാർക്ക് ഇടാൻ പ്രോപ്പർ ലൈറ്റിംഗ് സയൻസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും തയ്യാറാക്കിയിരിക്കുന്നത്. സ്ട്രീറ്റിൽ നിന്നും ഈസി ആയിട്ട് ആക്സസ് വിസിബിൾ ആവുന്ന രീതിയിലായിരിക്കും ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അവിടെ വരെ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണോ? 5 പോയിന്റ്സ് ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞത്? ടീച്ചർക്ക് പറയുന്നതിൽ സ്പീഡ് കൂടുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ലാഗ് ഉണ്ടോ വോയിസില്? അത് തന്റെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അല്ലാത്ത കുട്ടികളോട് ചോദിക്കുകയാണോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇനി ഒരു ഭാഗം കൂടി നോക്കാം. ഒരു പോയിന്റ് കൂടി ഉണ്ട്. ക്ലാസ് 2 മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, എലവേറ്റേഴ്സ്, റേഡിയോളജി, ലബോറട്ടറി, റെഡ്യൂസ്ഡ് ഓപ്പറേഷൻ കോസ്റ്റ് ആൻഡ് ടിക്കറ്റ് ടൈം. ഇനി ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സിൽ തൊട്ടടുത്തായിരിക്കും. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കുള്ളൂ കാഷ്വാലിറ്റി വരുന്നത്? ഒന്ന് മെഡിക്കൽ റെക്കോർഡ്സ്, MRD ഡിപ്പാർട്ട്മെന്റിന് അടുത്ത്. MRD എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്സ് നമ്മുടെ ഷോർട്ട് ഫോമിൽ പറയുന്നതാണ് കേട്ടോ, MRD ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ. ഓക്കെ, ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്തായിരിക്കും. അതേപോലെ തന്നെ എന്താണ്? എലവേറ്റേഴ്സ് എന്താണ്? എലവേറ്റേഴ്സ് ലിഫ്റ്റിംഗ് സൗകര്യത്തിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്? വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലോട്ടേക്കോ ചതവോ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ മെഡിക്കൽ ഇമാജിൻസും നടത്താൻ CT, MRI, എക്സ്റേ, അൾട്രാസൗണ്ട് മുതലായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണമെങ്കിൽ എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും അല്ലെ. യെസ്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് റേഡിയോളജി കാഷ്വാലിറ്റിയുടെ അടുത്ത് തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെന്താണ് തൊട്ടടുത്തുള്ളത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ലബോറട്ടറി. ഇതിന് വേണ്ടിയിട്ടാണ് ലബോറട്ടറി തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. പേഷ്യൻസിന് പലതരത്തിലുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാകണമെങ്കിൽ ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം അടുത്തിരിക്കുന്നതിന് കാരണം എന്ത് വേണ്ടിയിട്ടാ? റെഡ്യൂസ് ഓപ്പറേഷൻ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം. നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അല്ലെ, നമുക്കൊരു സമയം പോലും ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ രക്ഷപ്പെടുത്താനുള്ള വിശ്വാസം നമ്മൾ അവിടെ സ്വീകരിക്കും അല്ലെ. ഓക്കെ, ആളുടെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനമായ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ആ ക്രിട്ടിക്കൽ ടൈമാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആ പേഷ്യന്റ് മാറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും പ്രത്യേകിച്ച് ലിഫ്റ്റിംഗ് സൗകര്യം വരെ എന്താണ്
തൊട്ടടുത്ത് തന്നെ കാഷ്വാലിറ്റിയുടെ അടുത്തുണ്ടായിരിക്കുന്നത് ആ ഒരു പേഷ്യന്റിന്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അവർ ക്രിട്ടിക്കൽ ടൈം സേവ് ചെയ്യുന്നതിനും പിന്നെ മറ്റു അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റസുകൾ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മള് കാഷ്വാലിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റും എലവേറ്റേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് സൗകര്യങ്ങളും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സും ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ്സും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന്റെ മെയിൻ ലൊക്കേഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ലൊക്കേഷൻ എവിടെയാണ്? ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. സെപ്പറേറ്റഡ് ആയിട്ട് മെയിൻ എൻട്രൻസിൽ നിന്ന് സെപ്പറേറ്റഡ് എൻട്രി പോയിന്റ് ഉണ്ട്. ആംബുലൻസ് പാർക്കിങ്ങിന് പ്രത്യേകമായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെങ്ങനെയുള്ളതായിരിക്കും? വെൽ മാർക്ക്ഡ് ആൻഡ് പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സൈൻസ് ഉള്ളതായിരിക്കും. നമുക്ക് സ്ട്രീറ്റ്സിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈസിലി ആക്സസിബിൾ ആവുന്ന തരത്തിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിട്ടിക്കൽ ടൈംസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് പ്രത്യേകിച്ച് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റും ലബോറട്ടറീസും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു EDയുടെ ലൊക്കേഷൻസ് വരുന്നത്. ഓക്കെ, ഇന്ന് വായിച്ചു നോക്കിയേ, ക്ലിയർ ആയോ എന്ന് നോക്കിയേ മുഴുവനും. ഓക്കെ, ഞാൻ ഈ ഗ്യാപ്പുള്ള കുട്ടികളോട് ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബാക്കിയുള്ള കുട്ടികളല്ല, ഗ്യാപ്പുള്ള കുട്ടികൾ മനസ്സിലാവുന്നുണ്ടോ ടീച്ചർ പറയുന്നേ? ആ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഗ്യാപ്പൊക്കെ മാറി നിങ്ങൾ ഇവിടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ പോലെ തന്നെയാവും കേട്ടോ. ഒക്കെ മാറിക്കോളും. അപ്പൊ എല്ലാവർക്കും ലൊക്കേഷൻസ് ക്ലിയർ ആയി അല്ലേ? ഓക്കെ, പഠിക്കുന്നോട്ടോ. നമ്മളിപ്പോ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓൾട്ടർനേറ്റീവ് ആർട്സിലെ 3 പേരുകൾ പഠിച്ചു, എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ എന്ന് പഠിച്ചു അല്ലെ. ഇനി ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഡിസൈൻ. Entrance to the emergency department should be sheltered to protect ambulance patients from the weather while unloading. Entrance to the emergency department should be sheltered to protect ambulance patients from weather while unloading. എന്താണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കാമോ? നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതിന്റെ ഡിസൈൻ ഭയങ്കര പ്രോപ്പർ ആയിട്ടായിരിക്കും. അതായത് ആംബുലൻസിന് കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ വെതർ ഉദ്ദേശിക്കുന്ന മഴയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ ആ പേഷ്യൻസിന് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും അത് കവർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ എന്തെങ്കിലും ഷീറ്റിംഗ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ എന്താണ് ഷെൽട്ടർ ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്തിട്ടായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റ് കവർ ചെയ്തിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ നിങ്ങള്? കാഷ്വാലിറ്റി കണ്ടിട്ടില്ലേ? അതിന്റെ അകത്ത് മാത്രമല്ല പുറത്തേക്ക് എന്താണ് ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് മഞ്ഞോ മഴയോ അതൊന്നും കൊള്ളാതെ തന്നെ എന്താണ് അവരെ ഈസി ആയിട്ട് നമുക്ക് അൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ പ്രൊട്ടക്ഷൻ ഉൾപ്പാക്കുന്ന രീതിയിലായിരിക്കും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. Then adequate reserved parking space for ambulance and car of patients. ഇനി ഇതിന്റെ ഡിസൈൻസ് വരുന്നതാണ്. ഇനിയിപ്പോ എന്താണ് പേഷ്യൻസിന്റെ കാർ അല്ലെങ്കിൽ ആംബുലൻസ് ഒക്കെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള തന്നെ പാർക്കിംഗ് സ്പേസ് റിസർവ് ആയിട്ട് തന്നെ എന്താണ് പാർക്കിംഗ് സ്പേസ് മതിയായ രീതിയിൽ അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, പേഷ്യൻസിന്റെ കാറും അതേപോലെ തന്നെ എന്താണ് ആംബുലൻസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേസ് കൂടി അവിടെ റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, then adequate space for accommodating structures. Adequate space for accommodating structures. എന്താണ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ വീൽചെയർസ് ഒക്കെ നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പേസ് മതിയായ രീതിയിലുള്ള സ്പേസസ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ റാംപ്സ് ഫോർ വീൽചെയർസ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് raised platforms. Ramps for wheelchairs and pedestrian access in case of raised platform. നിങ്ങൾ റാംസ് കണ്ടിട്ടുണ്ടാവില്ലേ? റാമ്പ് നമ്മുടെ വീൽചെയർ ഒക്കെ സ്റ്റെപ്പ്, ഒരു സൈഡിൽ സ്റ്റെപ്പ് ആയിരിക്കും, ഒരു സൈഡിൽ റാമ്പ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് റാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്?
ഇതിനു വേണ്ടിയായിരിക്കും ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. സ്ലോപ്പ് ആയിട്ട് വീൽചെയർ ഈസി ആയിട്ട് കൊണ്ടുപോയി കണ്ടിട്ടില്ലേ നിങ്ങള്? കാണിച്ചു തരാം, പിക്ചർ കാണിച്ചു തരാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ? സോറി. കളർ പിക്ചർ ആണെങ്കിലേ കാണാം. കാണാത്തവരുണ്ടെങ്കിലോ? അതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയിടോ നിങ്ങൾക്ക്? പിക്ചർ കാണാമോ? കാണാമോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്കെയറിൽ കൂടി എന്താണ് വീൽചെയറും സ്ട്രക്ചറും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതിന് ഈസി ആയിട്ട് എന്താണ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് സ്പേസ് ആണ് അല്ലെ? സ്ലോപ്പിന്റെ കൂടെ തന്നെ എന്താണ് ഹാൻഡ് റെയിൽ ഉണ്ടായിരിക്കും. ചില പേഷ്യൻസ് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർ എന്താണ് വീൽചെയർ അല്ലാത്തത് കൂടി എന്താണ് അതിൽ സ്ലോപ്പ് ഉപയോഗിച്ചിട്ട് കയറി പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ? കണ്ടിട്ടില്ല നമ്മൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസ് ഒക്കെ. ഓക്കെ, അപ്പൊ പെഡസ്ട്രിയൻ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ആരെയാണ്? പെഡസ്ട്രിയൻ ആരാണ്? കാൽനട യാത്രക്കാർ അല്ലെ? ആണോ? കാൽനട യാത്രക്കാരാണോ പെഡസ്ട്രിയൻ? യെസ്, കാൽനട യാത്രക്കാർ. അതാണ് നടന്നു പോകുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പ്രത്യേകിച്ച് വീൽ ചെയർ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഈസി ആയിട്ട് ഹാൻഡ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പിന്റെ കൂടെ തന്നെ ഒരു സൈഡിൽ സ്റ്റെപ്പ് ഉണ്ടായിരിക്കും, ഒരു സൈഡിൽ എന്തുണ്ടായിരിക്കും റാമ്പ് ഉണ്ട്. ഇനി ഹോസ്പിറ്റലിൽ എങ്ങാനും പോവുകയാണെങ്കിൽ പോകാതിരിക്കട്ടെ, പോകാനുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ കേട്ടോ. പോവാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതേപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലതൊക്കെ കാണാൻ പറ്റും. ഒരു ഡിപ്പാർട്ട്മെന്റ്സ് ആണെങ്കിൽ അതൊക്കെ ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ. ഇനി മുതലേ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിസൈൻ വരുന്നത് എങ്ങനെയാണ്? പേഷ്യൻസിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ, പ്രത്യേകിച്ച് വെതർ കണ്ടീഷനൊക്കെ മഴയോ മഞ്ഞൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത്തരം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൊക്കെ അവരെ വളരെ ഈസി ആയിട്ട് കവർ ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഷെൽട്ടറിങ് ആയിരിക്കുള്ളൂ അവിടെ അതിന്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ആംബുലൻസിലും പേഷ്യന്റിന്റെ കാറൊക്കെ സ്പേസ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡിക്കേറ്റ് ആയിട്ടുള്ള മതിയായ രീതിയിലുള്ള സ്പേസ് അവിടെ റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ് സ്ട്രെച്ചേഴ്സും വീൽചെയർസും ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രത്യേക സ്പേസ് ഉണ്ടായിരിക്കും. പിന്നെ റാംസ് ഫോർ വീൽ ചെയർസ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ്. വീൽ ചെയർ പോകുന്നതിനായിട്ട് റാംസും വീൽ ചെയർസിന് റേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസും ഉയർന്ന പ്ലാറ്റ്ഫോംസും ഉണ്ടായിരിക്കും കേട്ടോ. നോട്ട് ചെയ്തില്ല കേട്ടോ. റേസ്ഡ് പ്ലാറ്റ്ഫോംസ് കൂടി ആർക്കുണ്ടായിരിക്കും? കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കുന്നുള്ളൂ കേട്ടോ. ചെറുതായിട്ടൊരു ഡിസൈൻ ആണ് ഇപ്പൊ നിങ്ങൾ പഠിച്ചത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഡിസൈൻ ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം, അതിനനുസരിച്ച് ടിക്ക് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇനി നോക്കുന്നത് മേജർ സ്പേസ് ഡിറ്റർമിനൻറ്റ്സ് ഫോർ പ്ലാനിങ്. മേജർ സ്പേസ് ഡിറ്റർമിനൻറ്റ്സ് ഫോർ പ്ലാനിങ്. നമ്മൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാണുന്ന ഒറ്റ ഏരിയ ആയിട്ടായിരിക്കും കാണുന്നത് അല്ലെ? ഒറ്റ പ്ലേസ് ആയിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ എങ്ങനെയാണ്? ഒറ്റ പ്ലേസ് അല്ല, അവിടെ അതിൽ പല രീതിയിൽ അതിന്റെ സ്പേസുകൾ ആവശ്യാനുസരണം പല പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്, അതർ ഏരിയാസ് ഉണ്ട്. അതായത് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനുള്ള പ്രത്യേക ഏരിയാസ് ഉണ്ട്, അതേപോലെ തന്നെ മറ്റു ഏരിയാസും അതിനകത്ത് വരുന്നത്. കാണുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കാണുന്നത് അല്ലെ? പക്ഷെ ഇതിലെ ഫങ്ഷൻസ് ആയിട്ടും അല്ലെങ്കിൽ അതർ ഏരിയാസ് ആയിട്ടും രണ്ട് രീതിയിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് സ്പേസിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ. ഓക്കെ, പ്രധാനമായിട്ടും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫങ്ഷണൽ ഏരിയാസ് അല്ലെങ്കിൽ പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് പറയാം, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്സിലെ പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് ഇനി പഠിക്കുന്നത്. ഓക്കെ, പറഞ്ഞോട്ടെ.
Yes. First one, ambulance and ambulatory entrance. Ambulance and ambulatory entrance, reception, triage waiting areas, administrative areas, resuscitation areas, acute treatment area, consultation area, staff workstations. ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലെ ഫങ്ഷണൽ ഏരിയാസിൽ വരുന്ന ഏരിയകളാണ് നമ്മൾ പ്രധാന പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. എന്താണ് ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറയുന്നത്? ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അറിയാവുന്ന കുട്ടികളൊക്കെ പറഞ്ഞോട്ടോ. എന്താണോ ഇങ്ങനെ തൊഴുകുന്നേ? റെനി, ഷാജു, എന്ത് സിംബല? കമന്റ് ഒക്കെ ചെയ്യുമ്പോ ചിലപ്പോ കൈകാലൊക്കെ ഒന്ന് മാറിപ്പോകാൻ നോക്കാം. വേറെ എന്തെങ്കിലും ഒക്കെ ടൈപ്പ് ചെയ്ത് വരും, ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ഫങ്ഷണൽ ഏരിയ ഏതാണ്? ആംബുലൻസ് ഫീച്ചർ. ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറയുന്നത് എന്താണ്? ആംബുലൻസിന് മാത്രമായിട്ട് പ്രത്യേകം വരാനായിട്ടുള്ള എൻട്രൻസ് ഉണ്ടായിരുന്നു അല്ലെ? ഓക്കെ. പിന്നെ റിസപ്ഷൻ, ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കും അല്ലെ? കണ്ടിട്ടില്ലേ നമ്മള്? ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കും. യെസ്. അതായത് ഇഡിക്ക് മാത്രമായിട്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ട് എന്താണ്? ഒരു റിസപ്ഷൻ ഏരിയ, അതായത് വരുന്ന പേഷ്യൻസിന്റെ മറ്റെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കും. ദെൻ അവിടെ തന്നെ എന്താണ്? ട്രയേജ് ഏരിയ. ട്രയേജ് കേട്ടിട്ടുണ്ട്? ഇത് പുതിയൊരു പദമാണോ ട്രയേജ്? ഓക്കെ, ടീച്ചർ അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം എന്താണ് ട്രയേജ് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് വിചാരിക്കും. ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, അതിലൊരു 5-10 പേര് ആക്സിഡന്റ് ആയിട്ടുണ്ട്. അതിൽ ആ 10 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 10 പേരില് എല്ലാവർക്കും പല പല കണ്ടീഷൻസ് ആണ്. ഇതിലൊരു പേഷ്യന്റിന്റെ നില വളരെ ഗുരുതരമാണ്. വളരെ ഗുരുതരം എന്ന് വെച്ചാൽ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ട്, ഭയങ്കര ഒരു സീരിയസ്നെസ് ഉള്ള ഒരു കേസസ് ആണ് ആ ഒരാൾക്ക്, 10 പേരിൽ ഒരാൾക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആർക്കായിരിക്കും ആദ്യം നമ്മൾ ചികിത്സ കൊടുക്കുന്നത്? 10 പേരിൽ ആർക്കായിരിക്കും ചികിത്സ കൊടുക്കുന്നത്? 10 പേർക്കും പരിക്കുണ്ട്, രാമനാണ് കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് ആർക്കായിരിക്കും ഫസ്റ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്. സിവിയർ ആയിട്ടുള്ള ആൾക്ക് അല്ലെ? ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉള്ള ആൾക്കാർക്ക് നമ്മള് എന്ത് ചെയ്യുന്നത്? അപ്പൊ എന്തായിരിക്കും ട്രയേജ് എന്ന് പറയുന്നത്? പേഷ്യന്റിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന, ഈ പേഷ്യന്റിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്താ ട്രയേജ് എന്ന് പറയുന്നത് അല്ലെ? നമ്മള് അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ആർക്കാണ്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ ഡിലേഡ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആർക്കാണ്, അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസ്, അത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും പേഷ്യൻസിനെ. ഓക്കെ, അങ്ങനെ സിവിയർ ടെൻഷൻ അനുസരിച്ച് പേഷ്യന്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയേജ് എന്ന് പറയുന്നത്. കേട്ടോ, മനസ്സിലായോ? ഏത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും വരുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ ഈ ഒരു പ്രധാനപ്പെട്ട ഏരിയ വരുന്നത്. ട്രയേജ് എന്താന്ന് ഇനി എല്ലാ ഭാഗങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഇപ്പോഴേ തന്നെ മനസ്സിലാക്കി പോവാം. എന്താണെന്ന് മനസ്സിലായോ? ഗുരുതരാവസ്ഥയുള്ള പേഷ്യൻസിന് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ റിസപ്ഷൻ ഏരിയ ഉണ്ടാവും, ട്രയേജ് ഉണ്ടാവും, വെയിറ്റിംഗ് ഏരിയസ്. വെയിറ്റിംഗ് ഏരിയസ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വെയിറ്റിംഗ് ഏരിയസ് ആർക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് ഏരിയ? പറയാൻ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ടായിരിക്കും. അടുത്ത ഫങ്ഷണൽ ഏരിയ ആണ് എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ അല്ലെ? അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഏത് ഏരിയയിലായിരിക്കുള്ളൂ? ഈ ഒരു പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയസിലായിരിക്കുള്ളത് നടക്കും കേട്ടോ. അതായത് ഓഫീസ് സംബന്ധമായിട്ടുള്ള എല്ലാ, എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ഉള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് എവിടെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലായിരിക്കും അല്ലെ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? റീസസിറ്റേഷൻ ഏരിയ. റീസസിറ്റേഷൻ, പുനരുജ്ജീവനം എന്ന് കേട്ടിട്ടുണ്ടാവുന്നത് അല്ലെ? എന്താണ് പുനരുജ്ജീവനം എന്ന് പറയുന്നത്? ആ വേർഡ് തന്നെ എന്താ മനസ്സിലാവുന്നത്? പുനരുജ്ജീവനം എന്ന് പറയുമ്പോ ആയിരിക്കും
ടെസ്റ്റ് ചെയ്താണോ? പ്രാഥമികമായിട്ട് നമ്മൾ ചികിത്സ കൊടുക്കുന്നതാണോ? ആണോ? യെസ്. വെന്റിലേഷൻ ആണോ? എന്തായിരിക്കും റീസിസ്റ്റേഷൻ? ഒരാള് പറഞ്ഞു CPR കൊടുക്കുന്നതാണെന്ന്. നമ്മൾ പ്രാഥമികമായിട്ട് ചികിത്സകൾ കൊടുക്കാറില്ലേ പേഷ്യൻസിന്? പ്രാഥമികമായിട്ട് കൊടുക്കുന്നത് എന്താണ്? അവിടെ ഒബ്സർവേഷൻ വരാം. പിന്നെ എന്തൊക്കെ വരും? ഫസ്റ്റ് എയ്ഡ് കൊടുക്കാറുണ്ട് അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ ഈ റിസസിറ്റേഷൻ ഏരിയ തന്നെ നമ്മളിപ്പോ ഈ ന്യൂ ബോൺ കേസസ് ആണെങ്കിലോ, ചെറിയ കുഞ്ഞു കുട്ടികളില്ലേ, ന്യൂ ബോൺ കേസസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു ഈ റിസസിറ്റേഷൻ പ്രോസസ് വലിയൊരു പ്രോസസ് ആണ് കേട്ടോ. ചില കുട്ടികളെ നമ്മളെ ഡോക്ടേഴ്സിനെ അത് അവരെ പുറകിൽ ഇങ്ങനെ തട്ടി 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 ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ വീഡിയോസില്? കുറെ പ്രാവശ്യം ഇങ്ങനെ പുറകിൽ അടിച്ചടിച്ചടിച്ചടിച്ചെങ്കിൽ ആ ചെസ്റ്റിന്റെ ഭാഗത്ത് നന്നായിട്ട് പുഷ് ചെയ്ത് എന്താണ് കുട്ടിയെ ഹാർട്ടിനെ പ്രവർത്തനം റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ കുഞ്ഞു കരയുന്ന കണ്ടിട്ടില്ല? വീഡിയോസ് ഒന്നും കാണാറില്ലേ? ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, ഒരു ജസ്റ്റ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന പ്രത്യേകമായിട്ടൊരു ഏരിയാസ് എവിടെ ഉണ്ടായിരിക്കും? AD ഡിപ്പാർട്ട്മെന്റ് പ്രധാന ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അവിടെ ചെറിയ ചെറിയ രീതിയിലുള്ള ഒബ്സർവേഷൻസും കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, അടുത്ത ഫങ്ഷണൽ ഏരിയ ആണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ ഓഫ് നോൺ ആംബുലന്റ് പേഷ്യൻസ്. എങ്ങനെയുള്ള കേസസ് ആണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഇവിടെ ഷോർട്ട് ടേം കെയർ ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, എന്ത് തരം കെയർ ആയിരിക്കും അക്യൂട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ? ഷോർട്ട് ടേം ആയിട്ടുള്ള കെയർ ആയിരിക്കും. അതായത് പേഷ്യൻസിനെ ഒന്ന് സ്റ്റേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്ന പ്രത്യേകമായ ഒരു ഏരിയ ആണ് എന്ത്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നോൺ ആംബുലൻസി പേഷ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നടന്നു വരുന്ന പേഷ്യൻസ് ആണ്. ആംബുലൻസിൽ വരുന്ന പേഷ്യൻസ് അല്ല. നോൺ ആംബുലന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സീരിയസ് അല്ലാത്ത കേസസ് നടന്നു വരുന്ന പേഷ്യൻസ്. അവരൊന്ന് സ്റ്റേബിൾ ആക്കുന്നതിന് വേണ്ടിയുള്ള ചിലരൊക്കെ ജസ്റ്റ് തലകറങ്ങിയിട്ട് വീഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ശക്തി വോമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കേസസ് ഒക്കെ വരാറില്ല നമ്മള്. അത്തരം കേസസ് ഒക്കെ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? ഒരു കൺസൾട്ടേഷൻ ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിലാണ് കൺസൾട്ടേഷൻ ഏരിയ. ഇവിടെ ആരെയാണ്? എന്താണ് കൺസൾട്ടേഷൻ ഏരിയ? നമ്മൾ പഠിക്കുന്നത് കാഷ്വാലിറ്റി ആണ് കേട്ടോ. ഓക്കെ, OP അല്ല, കാഷ്വാലിറ്റി ആണ് അല്ലെ? ഓക്കെ, അതായത് എമർജൻസിയിൽ എന്താണ് കൺസൾട്ട് ചെയ്യാനായിട്ട് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ. സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടറും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്? നമുക്കറിയാലേ പല തരത്തിലുള്ള കേസസുകളാണ് വരുന്നത് അല്ലെ? അപ്പൊ എല്ലാ തരത്തിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കുള്ളൂ എവിടെ ഉണ്ടായിരിക്കുക? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അവർ കൺസൾട്ടേഷൻ ചെയ്യുന്നതിന് പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക തരത്തിലുള്ള ഏരിയാസ് കൺസൾട്ടേഷൻ ഏരിയാസ് ED ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട ഏരിയാസിലാണ് വരുന്നതാണ് കേട്ടോ. പിന്നെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് സ്റ്റേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഏരിയാസ്. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് എന്തിൽ വരുന്നത്? ED ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തന മേഖലകളാണ് ഇതെല്ലാം, അല്ലെങ്കിൽ ഫങ്ഷണൽ ഏരിയാസ് ആണ് കേട്ടോ ഇതൊക്കെ. ഏതൊക്കെയാണ്? ആംബുലൻസ് ആണ്, ആംബുലൻസറി എൻട്രൻസ്, റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയാസ്. ട്രയേജ് എന്താണെന്ന് അറിയാലോ? ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് നമ്മൾ ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പ്രോസസ് ആണ്, അല്ലെങ്കിൽ പേഷ്യന്റിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ്, റീസസിറ്റേഷൻ ഏരിയാസ്, ഫസ്റ്റ് എയ്ഡ് പോലുള്ള ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റീസസിറ്റേഷൻ ഏരിയാസ് ഉണ്ടാവും. പിന്നെ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസ്, അതായത് അധികം സീരിയസ് അല്ലാത്ത എന്താ പറയാ ഷോർട്ട് ടേം കെയർ കൊടുക്കാൻ പറ്റുന്ന ചില ഏരിയാസ് ആണ്. സീരിയസ് അല്ലാത്ത കേസസുകളാണ് ഇവിടെ വരുന്നത് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയാസിൽ. പിന്നെ കൺസൾട്ടേഷൻ ഏരിയാസ് ഉണ്ടായിരിക്കും. സ്റ്റാഫ് വർക്കിംഗ് സ്റ്റേഷൻസും എന്തിൽ വരുന്നു? ഫങ്ഷണൽ ഏരിയാസിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം
ഈ ഫങ്ഷണൽ ഏരിയാസും അതർ ഏരിയാസും നമ്മൾ ചിലപ്പോൾ ഓൾഡ് വൺ ഔട്ട് ആയിട്ടൊക്കെ ചോദിക്കും. ഒറ്റപ്പെട്ടവനെ കണ്ടുപിടിക്കാന്ന് പറയില്ല, ഒറ്റപ്പെട്ടവനെ കണ്ടുപിടിക്കാം, മറ്റേയാളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫങ്ഷണൽ ഏരിയാസ് കൊടുത്തിട്ട് ചിലപ്പോ അതർ ഏരിയാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫങ്ഷണൽ ഏരിയാസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മള് ചെയ്യണമെങ്കിൽ 2 ഏരിയാസിലും ഏതൊക്കെ ഏരിയാസ് വരുന്നത് നമ്മൾ പഠിച്ചിരിക്കണം അല്ലെ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, നമുക്ക് അതർ ഏരിയാസ് നോക്കാം. അതർ ഏരിയാസ് കുറച്ച് പറയുള്ളൂ, മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് എടുക്കുന്നുള്ളൂ. അതർ ഏരിയാസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മറ്റ് ഏരിയാസുകള് ഒരു റീസസിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രാഥമികമായിട്ട് കുറച്ച് ചികിത്സകൾ എടുക്കുന്ന പ്ലേസസ് ഏരിയാസ് ആണ് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് പോലുള്ളത്. ഓക്കെ, ചെറിയ രീതിയിലുള്ള ഒബ്സർവേഷൻസ് ഒക്കെ കൊടുക്കാറില്ല പേഷ്യൻസിന്റെ. നമ്മള് ആ ഒരു അരമണിക്കൂർ നിങ്ങൾ ഒബ്സർവേഷൻ പീരീഡിലാണ് അവിടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താണ് റീസസിറ്റേഷൻ ഏരിയാസ് ആയിരിക്കും പേഷ്യന്റിനെ എടുക്കുന്നതും കിടത്തുന്നതും ഒക്കെ കേട്ടോ. പിന്നെ അതേഴ്സ് ഏരിയാസിൽ ഏതൊക്കെ വരുന്നുണ്ട്? പ്രൊസീജിയർ റൂം, പ്ലാസ്റ്റർ റൂം, pharmacy, drug preparation room, isolation room, decontamination area, storage room, clean and dirty utility room, linen room, mobile equipment bay like trolley, wheelchair, etc., mobile X-ray equipment bay, cleaners room. Okay. അപ്പൊ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് ഏരിയാസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതൊക്കെയാണ് ഒരു പ്രൊസീജിയർ റൂം ഉണ്ടായിരിക്കും. പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊസീജിയർ റൂം എന്ത് പ്രക്രിയകളാണ് അവിടെ നടക്കുന്നത് പ്രൊസീജിയർ റൂമില്? യെസ്, വെരി ഗുഡ്. ഗെറ്റ് റെഡി ടു ദ ട്രീറ്റ്മെന്റ് അല്ലെ. ഒരു ഏത് തരം കേസാണോ ആ കേസിന്റെ ചികിത്സ ആരംഭിക്കുന്ന അല്ലെ പ്രൊസീജിയർ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക റൂം ഉണ്ടായിരിക്കും. പിന്നെ പ്ലാസ്റ്റർ റൂം എന്തിനു വേണ്ടിയാണ്? പ്ലാസ്റ്റർ റൂം ഡിവോർച്ചതോ അങ്ങനെയൊക്കെ പറ്റിയ ഫ്രാക്ചേഴ്സ് സംഭവിച്ച പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു പ്ലാസ്റ്റർ റൂംസ് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, ഇത് എളുപ്പമാണ് കേട്ടോ. ഫാർമസി, ഫാർമസി അല്ലെങ്കിൽ ഡ്രഗ് പ്രിപ്പറേഷൻസ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ഫാർമസി ഡ്രഗ് പ്രിപ്പറേഷൻസ് റൂം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഐസൊലേഷൻ റൂം എന്തായിരിക്കും? ഐസൊലേഷൻ റൂംസ്, ഐസൊലേഷൻ റൂംസ് നമ്മുടെ ഒറ്റപ്പെട്ട റൂമുകൾ അല്ലെ, ഒബ്സർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൂംസ് അല്ലെ, ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂംസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ നിപ്പയും കൊറോണയൊക്കെ വന്ന സാഹചര്യങ്ങളിൽ വരുന്ന പേഷ്യൻസ് നമ്മൾ ഐസൊലേറ്റഡ് റൂംസിലാണ് കുറച്ച് സമയം ഒരു ഒബ്സർവേഷന് വേണ്ടിയിട്ട് മാറ്റിയിരുത്തുന്നത് അല്ലെ. ആ ഒരു കാലഘട്ടം ഓർമ്മയുണ്ടോ? നിപ്പയും കൊറോണയൊക്കെ വന്നത് ഓർമ്മയുണ്ടോ? യെസ്, ആ ഒരു സമയത്തൊക്കെ ഐസൊലേറ്റഡ് റൂംസ് കൂടുതലായിരുന്നല്ലേ. അത് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പേഷ്യൻസിനെ ഒരു സ്പീസിയിൽ തന്നെ ഒറ്റപ്പെട്ട രീതിയിൽ അവരെ മാറ്റി നിർത്തുന്നത്. ഓക്കെ, യെസ്. Then decontamination areas, decontamination areas. അടുത്ത ഏരിയ ആണ് ഡീകണ്ടാമിനേഷൻ. ഇതായിരിക്കും അണുവിമുക്തമാക്കാനുള്ള പ്രദേശങ്ങൾ അല്ലെ. എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ അതിൽ എന്താണ് ഡിസിൻഫെക്റ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പ്രദേശത്ത് ഇപ്പൊ ലിപ്സ് ഒക്കെ പൊള്ളലൊക്കെ ഏറ്റു വന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവാം. അങ്ങനെയൊക്കെ വരുന്നവരെന്താണ് അതിൽ നിന്നൊക്കെ അവരുടെ ആ ഒരു കുരുക്കളും അല്ലെങ്കിൽ ആ പൊള്ളലേറ്റ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എന്താണ് അത്തരം മെറ്റീരിയൽസ് ഒക്കെ മാറ്റി അവിടെ ആ ഒരു എന്താണ് ആ പേഷ്യൻസ് ശരിക്കും പറഞ്ഞാൽ അവിടെ ക്ലീനിങ് പ്രോസസ് ആണ് നടക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് പൊള്ളലേറ്റ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഇപ്പോ കെമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പൊള്ളൽ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം നമുക്കറിയാലോ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. നമുക്ക് ഭാഗത്തിലേക്ക് റിമൂവ് ചെയ്തിട്ട് അവിടേക്ക് എന്താണ് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം അത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? ഡീകണ്ടാമിനേഷൻ ഏരിയാസ് ആയിരിക്കും അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്ന പ്രദേശങ്ങളിലായിരിക്കും അത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റോറേജ്. എന്താണ് സ്റ്റോറേജ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഡിവൈസസുകൾ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കും കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഡിവൈസസുകൾ പിന്നെ അതുപോലെ തന്നെ ക്രാഷ് കാർഡ്സ് കാർട്ടുകൾ ഉണ്ടായിരിക്കും. ട്രോളി ബേ എന്നൊക്കെ പഠിക്കും കേട്ടോ. അത്തരം സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലേസ് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്.
യെസ്, സ്റ്റോറേജ് വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. എടുക്കുന്നില്ല, കുഴപ്പമല്ലേ? യെസ്, ഇനി ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഒന്നുകൂടി പറയണോ? ഇതാണോ? ഓക്കെ, ഇതെന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മേജർ ആയിട്ടുള്ള സ്പേസുകളാണ്. അതിലൊന്നാണ് ഫങ്ഷണൽ ഏരിയാസ്. ഫങ്ഷണൽ ഏരിയാസ് നമ്മൾ പറഞ്ഞു, ആംബുലൻസ് മുതൽ സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ് വരെയാണ് അത് ഉൾപ്പെടുന്നത്. അതർ ഏരിയാസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? പ്രൊസീജിയർ റൂം വരുന്നുണ്ട്, കാസ്റ്റർ റൂം ഉണ്ട്. നിങ്ങൾ ഈ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മനസ്സിലാവാൻ വേണ്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കേട്ടോ. നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ പേരുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട. നമുക്ക് അത് കുറച്ചുകൂടി പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഫാർമസി, ഐസൊലേഷൻ റൂം, ഡീകണ്ടാമിനേഷൻ ആൻഡ് സ്റ്റോറേജ്, അവിടെ വരെ ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. യെസ്, AE stand for, AE stand for അറിയാവുന്നത് പറയാം കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എക്സലന്റ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, വെരി ഗുഡ്. എത്രത്തിലുള്ള കേസുകളാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എമർജൻസി ഏതൊക്കെയാണ്? 3 ആക്സിഡന്റ്, പിന്നെ ഓക്കെ, ഇതിന്റെ വർക്കിംഗ് പീരീഡ് ടൈം എപ്പോഴാണ്? എമർജൻസി ബാക്കിയുള്ളത് 24 hours. സോപ്പർ 24 hours അല്ലേ? ഓക്കെ. മറ്റ് എമർജൻസീസ് ഏതൊക്കെയാണ്? എമർജൻസി കണ്ടീഷൻസ് ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞത് നമ്മള്? Consciousness, confusion, ലോസ് ഓഫ് കോൺഷ്യസ്നസ്, അങ്ങനെ പറയാം. ലോസ് ഓഫ് കോൺഷ്യസ്നസ്, confusion, ഓക്കെ. Yes, very good, very good. But the alternative types of accident emergency, alternative names ഏതൊക്കെയാണ്? മറ്റു പേരുകൾ ഏതൊക്കെയാണ് അതിന്റെ? casualty, ഇന്ന് മാത്രമേ ഞാൻ പേര് വിളിക്കാതെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ പേര് വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, ഇത് ലൊക്കേഷൻ എവിടെയാ വരുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിന് തൊട്ടടുത്തായിരിക്കും ഇത് സ്ഥിതി ചെയ്യുന്നത്? post medical records department, elevator, ഏതൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, ലെബോറട്ടറീസ്, റേഡിയോളജി ആൻഡ് ലബോറട്ടറി. Then major space determinants, functional areas ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? മേജർ സ്പേസിലെ ഫങ്ഷണൽ ഏരിയാസ് acute treatment area എന്ന് പറഞ്ഞാലോ acute treatment area എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്? short term, ഷോർട്ട് ടൈം ട്രീറ്റ്മെന്റ്സ് ആണ്. അതർ ഏരിയാസില് ഒരു 2 എണ്ണം പറഞ്ഞ അതർ ഏരിയാസില് ശരി. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ ഇത് കേട്ടോ. ഇനിയുള്ളൂ ഇത്. ചിലത് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമ്മൾ മാക്സിമം പറഞ്ഞു തരും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ പറയാം, ക്വസ്റ്റ്യൻസ് ഇന്നലെ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന ഭാഗത്ത് നിന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 5 ചോദ്യം എങ്ങനെയായിരിക്കും?
ഒബ്ജക്റ്റീവ് ടൈപ്സ് ആയിരിക്കും കേട്ടോ. അതിൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, 4 ഓപ്ഷൻസ് നോക്കുക, അതിൽ കറക്റ്റ് ആയിട്ട് ഏതാന്നുള്ളത് പിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ളൊരു ഇപ്പൊ നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ആണോ ഓരോ ക്ലാസ് കഴിയുമ്പോൾ പഠിക്കുന്നത് അല്ലെ? നമ്മൾ എക്സാമിനാവുമ്പോൾ എങ്ങനെയാണ് ഒരു 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നൊരു 100 ക്വസ്റ്റ്യൻസ് ഇതേപോലെ തന്നെ ഓരോന്ന് വായിക്കുക, ടിക്ക് ചെയ്ത് പോകും. ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവും കേട്ടോ. ഓരോ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് മനസ്സിലാവും. ചില കുട്ടികൾ അത് എഴുതി എടുക്കാറുണ്ട്. ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പൊ ലാസ്റ്റ് എക്സാമിന്റെ സമയത്ത് ചിലപ്പോൾ ക്ലാസ് റൂമില് എല്ലാ ക്ലാസ്സും ഒരുമിച്ച് കിട്ടിയില്ലെങ്കിലോ 5 ക്വസ്റ്റ്യൻ വെച്ച് എല്ലാ ക്ലാസ്സും എഴുതി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ മൊഡ്യൂൾ എക്സാം എഴുതാനായിട്ട് എളുപ്പമല്ലോ. മൊഡ്യൂൾ എക്സാം ഇതേപോലെ മോക്ക് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് എക്സാം അങ്ങനെയാണ്. ലാസ്റ്റ് എക്സാം നടത്തുമ്പോൾ 4 മൊഡ്യൂൾസ് 4 ദിവസമായിരിക്കും കേട്ടോ. ഓരോ മൊഡ്യൂളും ഓരോ ദിവസമായിരിക്കും എക്സാം വരുന്നത്. അത് ആ സമയമായിട്ട് പറഞ്ഞുതരാം എങ്ങനെയായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. ക്ലാസ് ഇഷ്ടമായോ? മനസ്സിലായാൽ മതി, വേറെ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായാൽ മതി. മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. എന്റെ ക്ലാസ് ട്യൂസ്ഡേ തേഴ്സ്ഡേ ആണ് എന്റെ ക്ലാസ് വരുന്നത് കേട്ടോ. 2 ദിവസം ഒരിക്കലും ഉണ്ടായിരിക്കുക ആഴ്ചയിൽ. ഓക്കെ, അപ്പൊ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. നിങ്ങളൊക്കെ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതില്. ഓക്കെ, കാണാം. ശരി കേട്ടോ. Okay, bye, ma'am.